മാവോയിസ്റ്റ് നേതാവ് രൂപേഷിനെതിരെ പുതിയ കേസെടുത്തതിൽ പുനരാലോചന ആവശ്യപ്പെടുകയാണ് CPI. ഓർത്തു നോക്കണം, CPI നേരത്തെ ഇവിടെ മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ കൊല ഉണ്ടായപ്പോൾ ഒരു ഫാക്ട് ഫൈൻഡിംഗ് സമിതി ഉണ്ടാക്കുകയും അങ്ങോട്ടേക്ക് ഈ പറയുന്ന സമിതിയെ നിയോഗിക്കുകയും പോലീസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പച്ചക്കള്ളമാണ്, ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായ ഇപ്പോൾ എൻകൗണ്ടറൊക്കെ പച്ചക്കള്ളമാണ് എന്നൊക്കെ പരസ്യമായി പറഞ്ഞ പാർട്ടി കൂടിയാണ് CPI. എന്തായാലും ഈ മാവോയിസ്റ്റ് നേതാവിനെതിരെ പുതിയ കേസെടുത്തതിൽ CPI പുനരാലോചന ആവശ്യപ്പെടുന്നു. കേസ് പുനരാലോചിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് ബിനോയ് വിശ്വം ഒരു കത്തും അയച്ചിരിക്കുന്നു. രൂപേഷിന്റെ രാഷ്ട്രീയ വിശ്വാസങ്ങൾ അയാൾക്ക് ലഭിക്കേണ്ട നീതിയെ ബാധിക്കരുത് എന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അമൽ സുരേന്ദ്രൻ ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. അമൽ, എല്ലാ കേസുകളും ജാമ്യം കിട്ടി, എല്ലാ കേസുകളും അടയ്ക്കാനുള്ള പിഴത്തുക അടക്കം സമാഹരിച്ച് ഇതിന് പിന്നിൽ തൊട്ടു പിന്നാലെ അടുത്ത കേസ് എടുക്കുന്നത് ജയിൽ മോചനം അനന്തമായി നീട്ടാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഷൈന അടക്കമുള്ളവർ ഫേസ്ബുക്കിലൊക്കെ പറഞ്ഞിരുന്നു. CPI ഇടപെടുകയാണോ ആ വിഷയത്തിൽ? അങ്ങനത്തിലുള്ളൊരു ഗൂഢാലോചന, ഈ രൂപേഷിനെ ജയിലിൽ തന്നെ തളച്ചിടുവാനുള്ള ഒരു ഗൂഢാലോചന പല ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും അധികാരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നു എന്നൊരു ആരോപണമാണ് ഈ രൂപേഷിന്റെ സുഹൃത്തുക്കളും ഫാമിലിയും എല്ലാം പറയുന്നത്. ഏതായാലും ഇപ്പോൾ 2012 നിലനിൽക്കുന്ന ഒരു കേസിലാണ് ഇപ്പോൾ രൂപേഷിനെ പ്രതി ചേർത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസിൽ മാവോയിസ്റ്റ് നേതാവായിരുന്ന കുപ്പുസ്വാമി അടക്കം, അതായത് പോലീസ് എൻകൗണ്ടറിൽ കൊല ചെയ്യപ്പെട്ട കുപ്പുസ്വാമി അടക്കം ഈ ഒരു കേസിൽ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഈ കൊല ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ഈ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ഇപ്പോൾ ഈ കേസിൽ രൂപേഷിനെ പ്രതി ചേർക്കുകയും ചെയ്ത സാഹചര്യമാണുള്ളത്. ഏതായാലും ഈ കേസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇതിന്റെ FIR-നെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളെല്ലാം സുഹൃത്തുക്കളും ഫാമിലിയും എല്ലാം ചോദിക്കുന്നുണ്ടെങ്കിലും കുടുംബത്തിനോ സുഹൃത്തുക്കൾക്കോ മറ്റാർക്കുമോ ഇത്തരത്തിലുള്ള യാതൊരു വിവരവും കൈമാറുവാൻ കർണാടക പോലീസ് തയ്യാറായിട്ടില്ല. നിലവിൽ കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് രൂപേഷിനെതിരെ കേസുകൾ നിലനിൽക്കുന്നത്. ഈ കേസുകൾ അതായത് 43ഓളം വരുന്ന കേസുകളിൽ പലതിലും രൂപേഷിന് ജാമ്യം ലഭിക്കുകയും ജയിലിൽ നിന്ന് മോചിതനാകുവാനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. പിഴയടക്കുവാനുള്ള തുകയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ധനസമാഹരണമൊക്കെ നടക്കുകയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കേസ് കൂടി വരുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കറിയാവുന്നതാണ്, ജയിലിൽ നടക്കുന്ന പലതരത്തിലുള്ള അനീതിക്കെതിരെ അല്ലെങ്കിൽ തനിക്കെതിരെ നേരിടുന്ന പലതരത്തിലുള്ള അനീതിക്കെതിരെ രൂപേഷ് ജയിലിൽ തന്നെ സമരം നടത്തിയിരുന്നു, നിരാഹാരം നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പോലും കുടുംബത്തെ വിവരം അറിയിക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. ഏതായാലും ഈ പോലീസ് നടപടിക്കെതിരെ കുടുംബം ശക്തമായ പ്രതിഷേധം ഉയർത്തുന്ന സാഹചര്യത്തിലുമാണ് CPIയുടെ ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു കത്ത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് ഒരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നു CPIയുടെ ഭാഗത്തു നിന്നും. എന്തായാലും നേരത്തെ രൂപേഷിന് ജയിലിൽ പുസ്തകം പ്രകാശനം ചെയ്യാൻ അല്ലെങ്കിൽ പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള അനുവാദം കൊടുത്തിരുന്നില്ല. അതിൽ രൂപേഷ് നിരാഹാരത്തിലൊക്കെ ആയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ പറയുന്ന കുറേയധികം കേസുകളുണ്ട്. ആ കേസുകളിലൊക്കെ അതായത് നിയമവഴിയിൽ പോവുകയും അത് ജാമ്യം കിട്ടുകയും ഈ പറഞ്ഞ പിഴത്തുക സമാഹരണം അടക്കം ഉണ്ടാവുകയും ഏതാണ്ട് ജയിലിൽ നിന്ന് പുറത്തേക്ക് എന്നൊരു പ്രതീതി വരുമ്പോഴാണ് അപ്പോൾ ഷൈന പറയുന്നത് പോലെ, അദ്ദേഹത്തിൻ്റെ പങ്കാളി ഷൈന പറയുന്നത് പോലെ ഇടുത്തി പോലെ കർണാടകയിൽ അടുത്തൊരു കേസ് വരുന്നത്. അതിൽ CPI പറയുകയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസം കൊണ്ട് അദ്ദേഹത്തിന് സാമാന്യമായി നിഷേധിക്കരുതെന്ന് CPI പറയുന്നുണ്ട്. ആ വിഷയത്തിൽ CPM-ന്റെ നിലപാട് എന്താകും എന്നറിയാൻ കൗതുകമുണ്ട്.